സാർ കള്ളമുട്ടാപ്പി ജയിലിൽ ചാടി. മുകളിലിരിക്കുന്നവനെല്ലാം കാണുന്നുണ്ട്, മുകളിലിരിക്കുന്നവൻ എല്ലാം കാണുന്നുണ്ട്. ഓടിത്തള്ളണ്ടാ കുട്ടാപ്പി, മുകളിലിരിക്കുന്നവൻ എല്ലാം കാണുന്നുണ്ട്. CP+ Advanced AI Surveillance Solutions built with CTC technology. മുകളിലിരിക്കുന്നവൻ എല്ലാം കാണുന്നുണ്ട്. സാർ IPS ആണല്ലേ? IPS അല്ല, CP+. മന്നത്ത് അനധികൃത മാലിന്യ പ്ലാന്റിനെതിരെ പരിസ്ഥിതി മലിനീകരണ വിരുദ്ധ സമിതി രൂപീകരിച്ചു. മന്നം ആനച്ചാലിൽ അനധികൃതമായി പ്രവർത്തിക്കുന്ന മാലിന്യ സംസ്കരണ പ്ലാന്റിന്റെ മറവിൽ നടക്കുന്ന വ്യാപകമായ മലിനീകരണത്തിനും പരിസ്ഥിതി നശീകരണത്തിനുമെതിരെ പാറപ്പുറം ആനച്ചാൽ പരിസ്ഥിതി മലിനീകരണ വിരുദ്ധ സമിതി രൂപീകരിച്ചു. സ്വകാര്യ വ്യക്തിയുടെ പുരയിടത്തോട് ചേർന്നാണ് ഇത് പ്രവർത്തിക്കുന്നത്. തണ്ണീർത്തടവും ആനച്ചാൽ തോടും വ്യാപകമായി നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ചതുപ്പ് നിലവും വെള്ളക്കെട്ടും പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കൊണ്ട് നികത്തി അനധികൃത നിർമ്മാണങ്ങളും പ്രദേശത്ത് നടക്കുന്നുണ്ട്. മാലിന്യങ്ങൾ കുന്നുകൂടുന്നതിനെ തുടർന്ന് പരിസര പ്രദേശങ്ങളിൽ ദുർഗന്ധം വമിക്കുന്നതിനെ തുടർന്ന് ജനങ്ങൾ ദുരിതം അനുഭവിക്കുകയാണെന്ന് മലിനീകരണ വിരുദ്ധ സമിതി ചെയർപേഴ്സണും കോട്ടുവള്ളി പഞ്ചായത്ത് മെമ്പറുമായ ലീന ശക്തിധരൻ വ്യക്തമാക്കി. വൈസ് ചെയർപേഴ്സണും ചിറ്റാറ്റുകര പഞ്ചായത്ത് മെമ്പറുമായ ഷെറീന അബ്ദുൽ ജബ്ബാർ, രക്ഷാധികാരി SM സൈനുദ്ദീൻ, പ്രസിഡന്റ് സുന്ന ജാൻ, വൈസ് പ്രസിഡന്റ് MK ഹബീബ് മന്നം, സെക്രട്ടറി റിയാസ് പാറപ്പുറം, ജോയിന്റ് സെക്രട്ടറി AP ബാബു, ഗജാൻജി യൂസഫ്, ആശാ വർക്കർ അജിമോൾ, സമരസമിതി അംഗങ്ങളായ ഷഫീഖ്, ഷമീർ അബ്ദുള്ള, സിയാദ് ചന്തപ്പാടം, അനസ് അബ്ദുള്ള റഹ്മാൻ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ മാലിന്യ സംസ്കരണ പ്ലാന്റ് സന്ദർശിച്ചു. മുഖ്യമന്ത്രിക്കും ജനപ്രതിനിധികൾക്കും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കും പരാതികൾ നൽകുവാനും മാസ് പെറ്റീഷൻ തയ്യാറാക്കാനും തീരുമാനിച്ചു. എൻ്റെ പേര് റിയാസ്. ഞാൻ ചിറ്റാറ്റുകര പഞ്ചായത്തിൽ 9ാം വാർഡിൽ താമസിക്കുന്നു. ഞങ്ങളുടെ ഈ പ്രദേശം കോട്ടുവള്ളി 7ാം വാർഡും 8ാം വാർഡും അതിർത്തി പ്രദേശമായ ഈ ഫാം SNS എന്ന ഈ ഫാം നടത്തുന്ന അനധികൃതമായിട്ടാണ്. പഞ്ചായത്തിൻ്റെയോ മറ്റ് വില്ലേജിൻ്റെയോ അനുമതിയോ ഒന്നും കൂടാതെ വളരെയധികം കൺസ്ട്രക്ഷൻ ഇവിടെ നടത്തി പറമ്പുകളും ഇതൊരു തണ്ണീർത്തടമാണ്, അതും നികത്തിയിട്ട് ചെയ്തിരിക്കുന്ന ഈ പ്രവൃത്തികൾ എത്രയും പെട്ടെന്ന് ഇവിടെ നീക്കം ചെയ്യണമെന്നും ഞങ്ങൾ പഞ്ചായത്തിൽ HAക്ക് പരാതി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ HAയും മറ്റ് ഹരിതകർമ്മസേന എല്ലാവരും കൂടെ ബന്ധപ്പെട്ട ആൾക്കാരും എത്തിയിട്ടുണ്ട്. ഇതിന്മേൽ നടപടികൾ നടന്നിട്ടില്ലെങ്കിൽ ഞങ്ങൾ പൗരസമിതിയുടെ പേരിൽ വലിയ പ്രക്ഷോഭമായി മുന്നോട്ട് പോവുക എന്നുള്ള തീരുമാനത്തിലാണ്. വൈകുന്നേര സമയങ്ങളിൽ ഇവിടെ ഹോട്ടലുകളിൽ നിന്ന് വേസ്റ്റുകൾ എടുത്ത് ഇവിടെ കൊണ്ടുവന്ന് അത് മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് ഫാമുകളിലേക്ക് ഭക്ഷണമായി എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ടാണ് ഇത് ക്യാമ്പ് ചെയ്യുന്നത്. അതുമായി ബന്ധപ്പെട്ട് പരിസരവാസികൾക്ക് വളരെയധികം സ്മെല്ലും ഇവിടെയുള്ള പക്ഷിമൃഗാദികളെല്ലാം ഈ ഭക്ഷണങ്ങൾ മറ്റുള്ള പരിസരവാസികളായുള്ള വീടുകളിൽ കിണറുകളിൽ എല്ലാം മലിനജലം ആക്കുന്ന രീതിയിലാണ് ഇവിടുത്തെ പ്രവർത്തനങ്ങൾ. അതുകൊണ്ട് ഇത് എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് തുടച്ചു നീക്കണം എന്നുള്ള ഒരു ഒറ്റ ലക്ഷ്യത്തോടുകൂടി സൗഹൃദവേദി എന്നും ജനങ്ങളുടെ കൂടെ ഉണ്ടാവും എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചു. വെള്ളം ഇദ്ദേഹത്തിന്റെ കിണറ്റിലെ ജലം പറയാൻ ബുദ്ധിമുട്ടുണ്ടെന്നാലും പറയുന്നത് മലം കളിക്കുന്നതിന് തുല്യമാണ് കിടക്കുന്നത്. അത് കണ്ടിട്ട് നമുക്ക് തന്നെ വല്ലാത്തൊരു അസ്വസ്ഥത. പരിസരമൊക്കെ വളരെ വൃത്തിഹീനമാണ്. അത് ഏവർക്കും വന്ന് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ ഈ കുടിവെള്ളം ഈ ജലാംശം അടുത്ത പറമ്പിലൊക്കെയുള്ള കിണറ്റിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ആ കിണറ്റിലെ ജലവും മലിനമാകുന്നതോടൊപ്പം അത് കുടിക്കുന്ന നമ്മുടെ അടുത്ത തലമുറ കുഞ്ഞുങ്ങൾ അവർക്ക് വരാൻ പോകുന്ന രോഗങ്ങളെക്കുറിച്ച് നമ്മൾ ആശങ്കപ്പെടുകയാണ്. നമ്മൾ അത് വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കാൻ പോകുന്ന രോഗങ്ങൾ എന്നുള്ളത് ആ ആശങ്ക ഞങ്ങൾക്കുണ്ട്. അപ്പോൾ അത് ദയവുണ്ടായി ഞങ്ങൾ സമർപ്പിച്ചിട്ടുള്ള പരാതിയിൽ എത്രയും പെട്ടെന്നൊരു തീർപ്പുണ്ടാക്കുന്നത് വരെ ഞങ്ങൾക്ക് വിശ്രമമില്ല. ഇതിനകത്ത് ജാതിയോ രാഷ്ട്രീയമോ മതമോ ഒന്നുമില്ല. ഈ പരിസരവാസികളും രാഷ്ട്രീയക്കാരും BJPക്കാരും ഒഴിച്ച് ബാക്കി എല്ലാവരും ഇതിനകത്തുണ്ട്. മനസ്സിലാവുന്നുണ്ട്. ഇത് ഇവിടുന്ന് നീക്കം ചെയ്യുന്നവരെ ഞങ്ങൾക്ക് വിശ്രമവും ഇല്ല. ഇത്ര ഞങ്ങൾക്ക്. ന്യൂസ് ബ്യൂറോ, പറവൂർ.